ക്ലാസ് മുറികൾക്കകത്ത് എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ ധരിക്കുന്ന ഡ്രസ്, അവർ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പ്, കൈവശം സൂക്ഷിക്കുന്ന ലാപ്ടോപ്പ് ഇവയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ കുട്ടിയുടെ സാമൂഹിക അവസ്ഥ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഡിസ്ക്രിമിനേഷൻ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ അധ്യാപകരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചുരുക്കം ചില അധ്യാപകർ ഇതിനെ എന്നോട് പേഴ്സണലി പറഞ്ഞിരുന്നു. അവർ വളരെ ശക്തമായി ഇത്തരം കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. മധ്യദേശ സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാറുണ്ട്. അഥവാ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം നിൽക്കാറുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ നല്ലവരായ അധ്യാപകർ തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തെ നിങ്ങൾ ചെയ്യുന്ന നന്മ കൊണ്ട് നോർമലൈസ് ചെയ്യരുത്. കാരണം അധ്യാപകരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇവിടുന്ന് ഇല്ലാതായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ശക്തമായ രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ, സർവകലാശാലകളിൽ പലപ്പോഴും പലതരത്തിലുള്ള ഗാദറിങ്ങുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യും. ഈ സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും സദ്യ വിളമ്പുകയും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യും. ഈ സമയത്ത് ഇത്തിരി മോശപ്പെട്ട ജോലികളൊക്കെ വരികയാണെങ്കിൽ അത് സാമൂഹിക പശ്ചാത്തലം വളരെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവർ കൊടുക്കും. അതിനുവേണ്ടി അവർ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പ് നോക്കും, വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി നോക്കും, അവർ ഏത് സമൂഹത്തിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് തരംതിരിച്ച് കൊടുക്കുന്നത്. അത് വളരെ കൃത്യമായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. കുറച്ച് പ്രബലതയുള്ള, എല്ലാ തരത്തിലുള്ള പ്രബലത, സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികമായിട്ടുള്ള പ്രബലത ഉണ്ടെന്ന് തോന്നുന്ന കുട്ടികളെ അവർ അത്തരം കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ന്യൂസ് മലയാളം ചാനലിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി പറയുന്ന ഒരു കുറച്ച് ഭാഗം നിങ്ങൾ കേട്ടാൽ മതി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ ശരീരം കണ്ടിട്ട് നിന്നെ കണ്ടാൽ ആദിവാസിയെ പോലെയാണല്ലോ എന്ന് ഇറാം എന്ന അധ്യാപകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്യമായി അദ്ദേഹത്തിൻ്റെ മുടി കാണുമ്പോഴും ഒരു ട്രൈബൽ ലുക്ക് ഉണ്ടെന്ന് പറയുന്നു. കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പ് കണ്ട് നീ ഒരു ഒന്നുമില്ലാത്ത കുടുംബത്തിലെയാണല്ലോ എന്ന് പറയുന്നതായിട്ടും അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അധിക്ഷേപങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ആങ്സൈറ്റി കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ അങ്ങനെ പരിഹരിക്കണമെന്ന് ആ വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അവർ ഈ വിഷയം മറ്റ് അധ്യാപകരോട് പറയുമ്പോൾ അവിടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടാറില്ല. രക്ഷകർത്താക്കളും സപ്പോർട്ട് ചെയ്യാറില്ല. ഒന്നുകിൽ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അവർ വിഷാദരോഗികളായി മാറുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇവർ ഇതുപോലെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അത് തക്കതായ ശിക്ഷാ നടപടികൾ കൊണ്ട് നമുക്ക് മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടും ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങളുടെ സപ്പോർട്ട് വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഇനിയും നമ്മൾക്ക് കൂടുതൽ ആയി ഉണ്ടാവുകയും സർക്കാർ അതിന്മേൽ വേണ്ട നടപടികൾ എടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരം വിഷയം നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ നോർമലൈസ് ചെയ്യാതിരിക്കുക.